Hello friends, welcome back to my YouTube channel. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മീറ്റ് എങ്ങനെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം എന്നുള്ള വീഡിയോ ആയിട്ടാണ്. ഞാൻ ഫിഷ് സ്റ്റോർ ചെയ്യണ വീഡിയോ കേട്ടോ, അപ്പോൾ അതിൻ്റെ ചോട്ടിൽ കമൻറ്റിൽ വന്നിരുന്നു മീറ്റ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യാമെന്ന് കൂടി കാണിക്കണമെന്ന്. പിന്നെ വേറെയും കമൻറ്റ്സ് വന്നിരുന്നു എന്തിനാണ് ഇത്രയും തോനെ വാങ്ങിച്ച് വെക്കേണ്ടത്, ആവശ്യത്തിന് വാങ്ങിയാൽ പോരെ എന്നുള്ളത്. അതിനെനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും പോയി വാങ്ങാനോ അതായത് നമുക്ക് ഇന്ന് വെക്കേണ്ടത് ഇന്ന് തന്നെ പോയി കാലത്ത് വാങ്ങണമെങ്കിൽ അതിനുള്ള ആൾക്കാർ വീട്ടിൽ വേണം, അതിനുള്ള സൗകര്യങ്ങൾ നമുക്ക് വേണം. അത് ഇല്ലാത്തവർക്ക് ഇങ്ങനെ സ്റ്റോർ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇന്ന് മീറ്റ് എന്ന് പറയുന്നത് ചിക്കനാണ് വാങ്ങിയിറക്കണത്. 4 കിലോനാണ് ചിക്കൻ വാങ്ങിയിറക്കണത്. അപ്പോൾ എനിക്ക് 4 കിലോ വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് സുഖമായിട്ട് ഒരാഴ്ച അത് ഉപയോഗിക്കാം ഡെയിലി. ഇപ്പോൾ മക്കൾക്കാണ് ഡെയിലി വെജ് പറ്റാത്തത്. അപ്പോൾ അവർ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാലുള്ള ഒരു നേരമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ കണക്ക് കൂട്ടിയിട്ടാണ് ഞാൻ 4 കിലോ വാങ്ങിയിറക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യണതെന്ന് ഞാൻ കാട്ടിത്തരാം. ഇതിൽ ചിക്കൻ ഞാൻ ഒരു 10 മിനിറ്റ് നേരം വിനീഗർ ഒഴിച്ചിട്ട് അടച്ചു വയ്ക്കും. അപ്പോൾ അതിലുള്ള ആ ഒരു ബ്ലഡും പിന്നെ അതിൻ്റെ ഒരു വഴുപ്പൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നമുക്ക് വേഗം കഴുകിയാൽ പോവാൻ ഈ വിനീഗർ സഹായിക്കും. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിത് നന്നായി കഴുകാം. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ടാത്ത ഈ നെയ്യും ഇതൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. അപ്പോൾ അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയും. പിന്നെ ഇതേപോലെ ഇവിടെ ആരും ലിവർ കഴിക്കില്ല. പിന്നെ വേറൊരു സംഭവമില്ലേ, മാങ്ങ എന്ന് പറയുന്നുണ്ടോ, അതെന്താ എനിക്ക് കറക്റ്റ് അറിയില്ല. ആ സാധനമൊന്നും ഇവിടെ പിള്ളേർ കഴിക്കില്ല. അപ്പോൾ അതൊക്കെ ഞാൻ ഡോഗിനെ എടുത്തിട്ട് മാറ്റി വയ്ക്കുക ചെയ്യുക. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ബാക്കിയുള്ളതാണ് ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുള്ളൂ. അപ്പോൾ ഇത് ചിക്കൻ്റെ കാലാണ് കേട്ടോ. കാല് ഞാൻ മക്കൾക്ക് സെപ്പറേറ്റ് വെട്ടാണ്ട് വാങ്ങിയതാണ്. അപ്പോൾ 4 കാല് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് 4 കിലോ 2 കോഴിയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് 4 കാല് കിട്ടിയത്. അപ്പോൾ ഇതിലൊരു വഴുപ്പ് ഇങ്ങനെ വല്ലാണ്ടുണ്ടാവും കോഴിയുടെ കാലിൽ. അപ്പോൾ അത് ഞാൻ ഒന്നും കൂടി വിനീഗറും ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി കഴുകിയതാണ്. ഇനി ഞാൻ 6 ദിവസത്തേക്ക് കണക്കാക്കിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൽ ഓരോ ദിവസം ഓരോ തരത്തിൽ നമുക്ക് വെച്ച് കൊടുക്കാമല്ലോ. അപ്പോൾ ഈ 2 വലിയ പാത്രത്തിൽ വെക്കണത് നമുക്ക് ഇതിലൊരു സാറ്റർഡേ സൺഡേ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് അത് അവരിവിടെ ഒഴിവിനുണ്ടാവുമല്ലോ വീട്ടിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതിൽ ഞാൻ കുറച്ച് തോന്നിട്ടത്. ബാക്കിയൊക്കെ ഓരോ നേരത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഓരോ ദിവസത്തിൻ്റെ കണക്ക് വെച്ചിട്ടാണ് ഞാൻ ഓരോ ഡപ്പയിലാക്കി വെക്കുന്നത്. അപ്പോൾ ഈ 5 ഡപ്പയിലുള്ളത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനുള്ളതാണ്. പിന്നെ ഞാൻ ഇന്നേക്കുള്ളത് ഇതാ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് 2 കാലും പിന്നെ കുറച്ച് ചിക്കനും അവർക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ നമുക്കിനി വേണ്ടത് നോർമലായിട്ടുള്ള വെള്ളം ഇതിൽ ചിക്കൻ മുങ്ങിക്കിടക്കാവുന്ന തരത്തിൽ നമുക്ക് ഒഴിച്ച് വെക്കണം. ഞാനിത് വാങ്ങിയത് ഒരു ചൊവ്വാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ചൊവ്വാഴ്ചയ്ക്ക് ഞാൻ സെപ്പറേറ്റ് അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി ബുധൻ വ്യാഴം വെള്ളി പിന്നെ ഒരു ശനി ഞായറിനും കുറച്ച് തോനെയുമായിട്ട് അങ്ങനെയാണ് ഞാൻ ഓരോ ഡപ്പയിലിട്ട് വെച്ചിരിക്കണത്. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മളിത് പുറത്തേക്ക് എല്ലാം കൂടി ഒരു പാത്രത്തിലിട്ട് കഴിഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ പുറത്തേക്ക് വെച്ച് ആ ഐസൊക്കെ അലിഞ്ഞ് നമ്മൾക്ക് വേണ്ടത് എടുത്ത് വീണ്ടും അത് ഫ്രിഡ്ജിലേക്ക് തന്നെ സ്റ്റോർ ചെയ്യണത് ഹെൽത്തിന് തീരെ നന്നല്ല. അപ്പോൾ അത് വേഗം കേട് വന്നു പോകും. ഇങ്ങനെ ഓരോ ദിവസത്തിനുള്ളത് സെപ്പറേറ്റ് ആക്കിയിട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചിക്കൻ്റെ പീസൊക്കെ നന്നായിട്ട് വെള്ളത്തിൽ മുങ്ങി കിടക്കുക തന്നെ വേണം. അല്ലാണ്ട് പൊന്തിയിട്ട് കുറച്ച് ഭാഗം മുകളിലേക്കൊന്നും നിൽക്കരുത്. അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് നേരെ മുങ്ങി കിടക്കും. നല്ലോണം വെള്ളം ഒഴിക്കുക നിറയെ.
പിന്നെ നന്നായിട്ട് മൂടി ടൈറ്റുള്ള പാത്രങ്ങളിൽ, എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറുകളിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം. തുറന്നൊന്നും വെക്കരുത്. തുറന്ന് വെച്ചാൽ വേഗം അത് കേടുവരാൻ ചാൻസ് കൂടുതലാണ്. എന്താ വെച്ചാൽ മറ്റുള്ള സാധനങ്ങൾക്കൊക്കെ ഇതിൻ്റെ മണം അടിക്കും, പിന്നെ അതിൻ്റെ സ്മെല്ലൊക്കെ ഇതിലേക്കും വേഗം പിടിക്കും. അപ്പോൾ അത് കാരണം ഒരു കാരണവശാലും നിങ്ങൾ പാത്രങ്ങളിലാക്കി തുറന്ന് വെക്കരുത്. ഇനി നമുക്കിതൊക്കെ ഒന്ന് ഫ്രീസറിലേക്ക് സെറ്റ് ചെയ്യാം. ഫ്രീസറിൽ തന്നെ വെക്കണം കേട്ടോ, ഫ്രിഡ്ജിലല്ല, ഫ്രീസറിലേക്ക് തന്നെ കയറ്റി വെക്കണം. അപ്പോൾ ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് എങ്ങനെയെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് ചിക്കൻ ഫ്രൈ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തപ്പോൾ ഇന്ന് അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു, ഇതെങ്ങനെ മെൽറ്റ് ആക്കുക എന്നുള്ളത്. അപ്പോൾ ഇത്തിരി വലിയ പാത്രത്തിൽ നമ്മുടെ ഈ കണ്ടെയ്നർ അതിൻ്റെ ആ ഒരു ഭാഗം മുങ്ങാവുന്ന തരത്തിൽ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഇറക്കി വയ്ക്കാം. എന്നിട്ട് അതൊന്ന് മെൽറ്റാവാൻ എങ്ങനെയില്ല 1/2 മണിക്കൂർ പിടിക്കും. അപ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ വേഗം മെൽറ്റാവും. അപ്പോൾ ഒരു 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും തന്നെ എൻ്റെ ഈ ചിക്കനൊക്കെ നല്ല ഫ്രഷായിട്ട് മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പം ഞാനിത് നിങ്ങൾക്കൊരു തെളിവ് വേണമല്ലോ, അപ്പോൾ അതിന് കാട്ടി തന്നതാണ്. എന്നിട്ട് വെള്ളമൊക്കെ കളയുക. പിന്നെ നമ്മൾ ബ്ലഡൊക്കെ കളഞ്ഞിട്ടായ കാരണം കൊണ്ട് നമ്മൾ വെള്ളത്തിനൊന്നും കളർ വ്യത്യാസമോ അങ്ങനെയൊന്നും വരില്ല. അപ്പം ഞാനിത് വറക്കാനാണ് കേട്ടോ. ഇത് മഞ്ഞ കളർ കണ്ടിട്ട് നിങ്ങൾ ഇതാക്കണ്ട, ഇത് മഞ്ഞയല്ല, ശരിക്കും ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ്. വീഡിയോയിൽ മഞ്ഞയായിട്ട് കാണാണ്. മല്ലിയില ഇട്ടിട്ട് അരച്ചിട്ടാണ് ഞാൻ മസാല തയ്യാറാക്കി, അതിൻ്റെ കളറാണ്. അപ്പോൾ ഇത് ഉടയേ, അപ്പോൾ നമ്മൾക്കൊരു കേടുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത് വേഗം ചിക്കൻ ആ എല്ലെന്ന് ഊരിപ്പോരും. ഇതിപ്പോൾ കണ്ടോ, ഒരു പ്രശ്നവുമില്ല. ഞാൻ അതിനെ വരകിയിട്ടൊക്കെ ഉണ്ട്, നല്ല പ്രശ്നമില്ല. നമ്മുടെ ചിക്കൻ ഫ്രൈ ഒക്കെ ഇതാ റെഡി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ എരിവൊന്നും ഞാൻ ഇടലില്ല, മക്കൾക്ക് പറ്റില്ല. അപ്പോൾ ഒരു നോർമൽ എരിവിലുള്ള കാരണം കൊണ്ടാണ് ആ കളറ് വല്ലാണ്ട് റെഡിഷ് കളറൊന്നും അതിലില്ലാത്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.